പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. മറക്കുന്നവരുണ്ട്, മറക്കപ്പെടുന്നവരുണ്ട്. ഒന്നും മറക്കാൻ കഴിയാത്തവരുണ്ട്, എല്ലാത്തിനെയും ഓർക്കുന്നവരുണ്ട്. മറക്കാൻ പാടില്ലാത്ത പലതുമുണ്ട്. മറക്കപ്പെടുന്നവരുടെ മധ്യസ്ഥയാണ് ജെയിൻ ഫ്രാൻസിസ് ദ സണ്ടാൾ. ആ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ രോഗികളെ ഞാൻ ഓർക്കുന്നു. പലപ്പോഴും രോഗികളെ സന്ദർശിക്കുമ്പോൾ ഞാൻ ഓർക്കാറുള്ളൊരു വചനമുണ്ട്: ഞാൻ രോഗിയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35, 36, 40 വാക്യങ്ങൾ വളരെ മനോഹരമാണ്. മറക്കപ്പെടാൻ പാടില്ലാത്തവർ. ഈശോ ആരോട് അനുരൂപരായോ അവർ, ആ ഈശോനാഥൻ എളിയവർ എന്ന് വിളിച്ചവർ. ഈ എളിയവരിൽ ഒരുവൻ ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത്. രോഗികളെ കാണുമ്പോൾ പലപ്പോഴും ഞാൻ ആവർത്തിക്കുന്ന ഒരു വചനമാണ്: ഞാൻ രോഗിയായിരുന്നു. നമ്മൾ വിശപ്പ് അനുഭവിക്കുമ്പോൾ, നഗ്നത ആന്തരികമായും ബാഹ്യമായും ഒക്കെ അനുഭവിക്കുമ്പോൾ, കാരാഗ്രഹവാസികളാകുമ്പോൾ, പരദേശികളാകുമ്പോൾ ഒക്കെ ഈശോ നമ്മളോട് അനുരൂപപ്പെടുകയാണ്. ഈശോ നമ്മളെ ഒരിക്കലും മറക്കുന്നില്ല. യേശുവിനെ മറക്കാതിരിക്കാം. ഈശോ എളിയവരെന്ന് വിളിച്ചവരെ മറക്കാതിരിക്കാം. അവരുടെ പക്കൽ ചെന്ന് ഈശോ അവരോട് അനുരൂപരായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടാറുണ്ടെങ്കിലും അടുത്ത നിമിഷം സന്തോഷത്താൽ തുള്ളിച്ചാടി സൗഖ്യം പ്രാപിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത് ഈശോയുടെ വചനശക്തിയാണ്. അത് ഈശോയുടെ സാമീപ്യമാണ്. അങ്ങനെ ഈശോയോട് നമ്മൾ അനുരൂപപ്പെട്ടാൽ, ഈ എളിയവരിൽ നമ്മൾ ഈശോവിനെ കാണുമ്പോൾ നമ്മൾ ചലിക്കുന്നിടെല്ലാം ഈശോയ്ക്ക് കൂടുതൽ അനുരൂപരാണെന്നുള്ള അനുഭവത്തിൽ അത് അഭിഷേകമുള്ളതായിട്ട് മാറും. അവർ അഭിഷേകമുള്ളതായി മാറും. അത് ഈശോയുടെ സൃഷ്ടിജാലങ്ങളിൽ നാം വ്യക്തമായി കാണും. ഒരു നിമിഷമല്ല, നീണ്ട് നിത്യതയിലേക്ക് പോകുന്ന ഒരു അനുഭവം നമുക്ക് മറക്കാതിരിക്കാം. മറക്കപ്പെടുന്നവരുടെ മധ്യസ്ഥയായ ഷന്താൾ പുണ്യവതിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മാധ്യസ്ഥം മറക്കപ്പെടുന്നവർക്ക് അത്താണിയാകട്ടെ. ഈശോ അനുരൂപരായിരിക്കുന്ന ഈ എളിയവരിൽ ഈശോയെ കാണാൻ നമുക്ക് ശ്രമിക്കുകയല്ല, സാധിക്കണം. അത് സാധിച്ചാലേ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകൂ. മറക്കപ്പെടുന്നവരെ, ഈശോ നിങ്ങളോട് അനുരൂപരാണ്. രോഗികളെ, ഈശോ നിങ്ങളോട് അനുരൂപരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ, മരിക്കണം എന്ന ചിന്ത വരുമ്പോഴെല്ലാം ഈശോ നിങ്ങളോട് കൂടുതൽ ചേർന്നിരിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആ ഈശോയോട് കൂടിയായിരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കപ്പെടുന്നവരല്ല. ആ ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാ രോഗികൾക്കും ഈശോയുടെ സാമീപ്യം ഞാൻ ആശംസിക്കുന്നു. മറക്കപ്പെടുന്നവർക്ക് ഈശോയുടെ സാമീപ്യവും നമ്മുടെ വിശുദ്ധയുടെ മാധ്യസ്ഥവും ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി ഫീസ്റ്റ്.